ഹായ് പ്ലാന്റ് ലവേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ചെടികൾക്ക് കൊടുക്കുന്ന ഫെർട്ടിലൈസറിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പ്ലാന്റിൽ എന്ത് ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത്, കൗഡങ്ങാണോ വേറെ എന്തെങ്കിലും ആണോ. അപ്പോൾ കൗഡങ് കാര്യങ്ങളൊന്നും അല്ല നമ്മുടെ സാൻസവേരിക്ക് ഞാൻ കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു ബാസാകോട്ടിൻ്റെ സ്ലോ റിലീസിങ് ഫെർട്ടിലൈസറാണ് ഞാൻ കൊടുക്കുന്നത്. ബാസാകോട്ടിൻ്റെ ഹൈ K6mm എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റാണ് ഞാൻ എൻ്റെ പ്ലാന്റ്സിന് ഉപയോഗിക്കുന്നത്. ഇതിൽ നമുക്ക് 13, 5, 18 അങ്ങനെ ഒരു 3 നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാം. ഇത് ശരിക്കും NPKയുടെ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ റേഷ്യോ ആണ് നമുക്ക് ഇതിനകത്ത് മിക്സിങ്ങിൽ അവർ പറഞ്ഞിട്ടുള്ളത്. അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അതാണ് ഈ NPKയുടെ ഷോർട്ട് ഫോം. അപ്പോൾ ഇതിൽ 18 എന്ന് പറയുന്ന പൊട്ടാസ്യം ആണ് നമുക്കിതിൽ കൂടുതൽ വരുന്നത്. പിന്നെ ഏറ്റവും നല്ല ഒരു സ്ലോ റിലീസിങ് ഫെർട്ടിലൈസറാണ് ഇത്. നമുക്കൊരു 550 രൂപ 600 രൂപ റേഞ്ചിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഇത്. അത്യാവശ്യം കുറേ കാലം നമുക്ക് ഉപയോഗിക്കാം. ഇത് നമ്മൾ വർഷത്തിൽ 2 തവണയാണ് നമ്മുടെ പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ കളർ ഓൾമോസ്റ്റ് ഇങ്ങനെയാണ്, ഒരു ബ്ലൂയിഷ് ഗ്രീൻ ആയിട്ടുള്ള കുറച്ച് ബോൾസാണ് ഇതിന് വരുന്നത്. ഇത് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, 3 കളറിലുള്ള ബോൾസ് ആയിരിക്കും ഇതിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ NPKയുടെ ഒരു മിക്സാണിത്. അപ്പോൾ ഇതിന് നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഇതിലൊരു ഇങ്ങനത്തെ ഒരു കുഞ്ഞ് സ്പൂണ് നമുക്കിതിൽ കിട്ടും. അപ്പോൾ നമുക്കിതിലൊരു ഈ കാണുന്ന ഒരു ക്വാണ്ടിറ്റി ഓഫ് പെല്ലറ്റ്സ് മതി നമുക്കൊരു കുഞ്ഞു പ്ലാന്റിന് നമുക്ക് കൊടുക്കാനായിട്ട്. അതായത് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 15 ബോൾസ് ആ ഒരു റേഞ്ച് മതിയാവും. ഇത് നമുക്ക് 6 മാസത്തേക്കാണ് നമുക്ക് ഒരു പ്ലാന്റിന് ഇത് മതിയാവുന്നത്. ഇതിപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ചുവട്ടിലായിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഈ കാണുന്ന പോലെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഈ അടുത്തുള്ള വേറൊരു പ്ലാന്റിലും അത് ഇതേപോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നവംബർ ഡിസംബർ ടൈമിലാണ് നമുക്ക് ഇതിന് ഫെർട്ടിലൈസർ കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഫോളോ ചെയ്യുക, നമ്മുടെ കൂടെ കൂടിക്കൊള്ളുക. അപ്പോൾ ശരി.